സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ 40 പൊട്ടന്മാര് ഖത്തർ ജയിലിലായി. ഖത്തറിൽ ഇസ്രയേൽ ബോംബ് വർഷിച്ചു 2 പ്രാവശ്യം. അപ്പോൾ ഖത്തർ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്ത് അതിക്രമിച്ച് കയറി ബോംബ് വർഷിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അവർക്ക് സഹിക്കാൻ വയ്യ, തുള്ളിച്ചാടുകയാണ് സംഘികള്, സംഘപരിവാറുകാർ. അപ്പോൾ ഖത്തറിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകളും ബാക്കിയുള്ള ഇത് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അത് ഷെയർ ചെയ്ത് അവർ ആനന്ദിക്കുകയാണ്. ഖത്തർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഹമാസിന് പിന്നെ ICS മറ്റത് മറിച്ചത് അങ്ങനെയുള്ള ഭീകര സംഘടനകളെ ഖത്തർ പിന്നെ ധനസഹായം ചെയ്ത് സഹായിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംഘപരിവാറുകാർ. അതായത് ഖത്തറിൽ വന്നിട്ട് അവിടുത്തെ ഉപ്പും ചോറും തന്നെ അവരുടെ പൈസയും സമ്പാദിച്ച് അവരുടെ മക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ അയച്ചിട്ട് ഈ സംഘപരിവാറുകാർ യുവന്മാർ എന്ത് പൊട്ടന്മാരും വിഡ്ഢികളുമാണ്. മറ്റൊരു രാജ്യത്ത്, ഒരു പരമാധികാര രാഷ്ട്രത്ത് ചെന്നിട്ട് അവിടെ ഒരു രാജ്യം, അക്രമ രാജ്യം, ലോകത്തിലെ ഏറ്റവും ഭീകരമായ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് സംഘികൾക്കും ക്രിസംഘികൾക്കും നേരം വെളുത്തിട്ടില്ല. അവർ പറയാം അല്ല എന്ന് പറയും. അവരെന്ന് പറയുന്ന 48 വരെ, 1948 വരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലായിരുന്നു. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജ്യത്ത് അതിക്രമിച്ച് കയറി അവർ വീടില്ലാതെയും സ്വത്തില്ലാതെയും വന്ന അവർക്ക് സ്വാഗതം ചെയ്ത് അറബികളും മുസ്ലിങ്ങളും അവരെ അവിടെ കുടിയിരുത്തി. അപ്പോൾ അന്ന് താമസിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ കുറേശ്ശെയായിട്ട് പിടിച്ചടക്കി. അതായത് ഇംഗ്ലീഷുകാർ പണ്ട് ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നിട്ട് ഇന്ത്യ പിടിച്ചടക്കിയതുപോലെയാണ്. എന്നിട്ട് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തി നമ്മൾ തിരിച്ചു വാങ്ങിച്ചു ഇന്ത്യയെ. അവർ നശിപ്പിച്ച് കുളം തോണ്ടിയാണ് പോയത് ഇംഗ്ലീഷുകാർ. അപ്പോൾ അതുപോലെയാണ് ഇസ്രായേലികൾ ഇപ്പോൾ അവിടെ ചെയ്തത്. അവർ പിടിച്ചെടുത്ത് അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെ കൂട്ടക്കൊല ചെയ്യാണ്, സ്ത്രീകളെയും കുട്ടികളെയും. അപ്പോൾ അത് പിന്നെ അങ്ങനെ ചെയ്യുന്നതിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഈ ക്രിസംഖികളും സംഘികൾ കൊണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? ക്രിസംഖികൾ എന്താണ് ചെയ്തത്? ക്രിസംഖികൾ പിന്നെ അവരിൽ നിന്ന് അവർ ക്രിസ്ത്യാനികളാണ്, ഇവർ ക്രിസംഖികൾ, ഇവർ ക്രിസ്ത്യാനികളാണ്. അവർ പോയി ഒറ്റ കൊടുത്തും അല്ലാതെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമ്പാദിച്ച് ഇംഗ്ലീഷുകാരിൽ നിന്ന്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കണം, ക്രിസ്ത്യൻ പിന്നെ സ്ഥാപനങ്ങളാണെല്ലാം. അതെല്ലാം ഇംഗ്ലീഷുകാർ കൊടുത്തതാണ്. അപ്പോൾ ചെരുപ്പ് തക്കി കിടന്ന പിന്നെ സംഘപരിവാറുകാർ അവരും അതുപോലെ തന്നെ. സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പങ്കെടുക്കരുത്. വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. നമുക്ക് RSSനെ സംഘടിപ്പിക്കാം. അങ്ങനെ അവർക്ക് വേണ്ടി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ അവരും ഇവരും ഒക്കെ ഒരേപോലെയാണ്. അതേ സിദ്ധാന്തമാണ് ഖത്തറിൽ അവർ വെച്ച് പുലർത്തിയത്. ഖത്തറിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള, അതൊരു രാഷ്ട്രത്തിൽ നമ്മൾ പോയിട്ട് അവിടെ പിന്നെ നമ്മൾ സമ്പാദിക്കുകയാണ്. അവിടെ ജോലി ചെയ്യാൻ പോയതാണ്, അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയതല്ല.